ഞാൻ നേരത്തെ തന്നെ മാത്യു സാമുവൽ എന്ന് പറയുന്ന നേരത്തെ നാരദ ന്യൂസിൻ്റെ ഓണറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഞാൻ വീഡിയോകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം തൊപ്പി എന്ന് പറയുന്ന ഒരു പയ്യനെക്കുറിച്ച് അന്ന് തൊപ്പി എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു സാധാരണ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വരികയും ആ കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വരുമ്പോൾ ഏതാണ്ട് ഒരു 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള 100 കണക്കിന് കുട്ടികൾ അവിടെ എത്തുകയും ആരാധകരായി ആർപ്പ് വിളിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത് വലിയ തോതിലുള്ള ഒരു സാമൂഹ്യ പ്രശ്നമാണ്. ഇത് കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഒന്ന് പൊളിച്ചെഴുതേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ഇതിനൊക്കെ അടിമപ്പെടുന്നത് എന്നുള്ളത് വലിയ തോതിലുള്ള ഒരു ദുരന്തമാണ് എന്നുള്ളത് ഞാൻ അന്ന് തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത് പറയാനുള്ള ഒരു കാര്യം തൊപ്പി മാത്രമല്ല, ഇപ്പം ഈബുൾജിറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രദേഴ്സ്, അവരുടെയൊക്കെ വീഡിയോ നമുക്ക് കാണാൻ പറ്റില്ല. ഈ തൊപ്പിയുടെ വീഡിയോ ഒക്കെ തന്നെ തെറിയൊക്കെയാണ്, നമുക്ക് കാണാൻ പറ്റില്ല. വെറും വൃത്തികേടുകളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. പക്ഷേ ആ വീഡിയോകളൊക്കെ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പക്ഷേ എനിക്കൊരു അധിക സമയം കാണാൻ കഴിഞ്ഞില്ല. ഈ ഈബുൾജെറ്റ് ബ്രദേഴ്സിൻ്റെ വീഡിയോ ഒക്കെ തന്നെ കാണുമ്പോൾ അതിനകത്ത് ഇവനെ ഒരു മാഷ് പഠിപ്പിച്ചിരുന്നൊരു മാഷ് ഇവർ രണ്ടുപേരും കൂടി, ഈ ബ്രദേഴ്സ് രണ്ടുപേരും കൂടി ചാണാക്കുഴിയിൽ ചാടുകയും പിന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതിനകത്ത് എന്താണ് വീഡിയോ, എന്താണ് അതിൻ്റെ രസം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊക്കെ വീഡിയോകൾക്കൊക്കെ ആയിരക്കണക്കിന് ലൈക്ക് പ്രേക്ഷകരുണ്ടാവുകയും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ടാവുകയും അവർക്കൊക്കെ ആയിരക്കണക്കിന് ലൈക്കുകൾ കിട്ടുകയും അവർക്ക് വേണ്ടി വലിയ ആർമികളൊക്കെ തന്നെ രൂപപ്പെടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ ഈബുൾജെറ്റ് ബ്രദേഴ്സിനെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ കേരളം കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതൊക്കെ നമ്മൾ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിൽ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ കൂടി വരുന്നു. അതിൽ തന്നെയുള്ള ഇതുപോലെയുള്ള വൃത്തികേടുകൾക്കും തോന്നിയവാസങ്ങൾക്കും ഒക്കെയുള്ള ഒരു അഡിക്ഷൻ കൂടി വരികയാണ്. ഇതിനൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഷനാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയെ കാറ്റർ ചെയ്യുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരു ബിസിനസ്സുകാരനൊക്കെ ചെയ്തത്. പിന്നെ ഇല്ലേ പ്രോമി എന്ന് പറയുന്ന ഒരാളും നിത എന്ന് പറയുന്ന ഒരാളും ഒക്കെ തന്നെ അവരുടെ സംഭാഷണങ്ങളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വലിയ തോതിൽ റീച്ച് കിട്ടുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, ഒരു സെഗ്മെൻറ്റ്, ഒരു പ്രേക്ഷകർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ തൊപ്പിയുടെ കാര്യം ഇതിനേക്കാളൊക്കെ ഗുരുതരമാണ്. കാരണം വലിയ തോതിൽ ഈ നേരത്തെ പറഞ്ഞ ഒരു 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇവർ ഏതാണ്ട് ലക്ഷ്യമിടുന്നത്. മയക്കുമരുന്നൊക്കെ പോലെ തന്നെ അത്യന്തം ഭീതിജനകമായ ഒരു സിറ്റുവേഷനാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കേരളം കടക്കുകയാണ്. അതിന് കാരണം ഈ തൊപ്പി അഥവാ തുപ്പി എന്നൊക്കെ പറയുന്നവൻ്റെ കഴിഞ്ഞ തവണ അവൻ്റെ മയക്കുമരുന്ന് കേസിൽ ഏതോ പോലീസ് അറസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. ഈ തമ്മനത്ത് എവിടെയോ വെച്ച്, എറണാകുളത്ത് തമ്മനത്ത് വെച്ച് താമസിക്കുകയും അതിൻ്റെ കൂട്ടത്തിലുള്ള 3-4 പേരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ തുപ്പിക്കൊക്കെ തന്നെ ഇപ്പോൾ കിട്ടുന്ന വരുമാനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. ആ ചർച്ച തൊപ്പിയൊക്കെ തന്നെ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ലൈവ് സ്ട്രീമിംഗ് നടത്തുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിൽ $250 കിട്ടുന്നത്. നമുക്കൊരു ഉദാഹരണത്തിന് വേണ്ടി ഒരു 20,000 രൂപയാണ് പെർ അവർ കിട്ടുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇവന് ഏറ്റവും കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും ഒരു ദിവസം ലൈവ് സ്ട്രീമിംഗ് നടത്തും എന്നുള്ളതാണ്. ഇവന് തലക്കെന്തോ ചെറിയ തകരാറുള്ള സാരമായ അസുഖമുള്ളൊരു പയ്യനാണ്, അതുകൊണ്ട് ചികിത്സിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഇവൻ 20,000 രൂപയുടെ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നു. ആ ലൈവ് സ്ട്രീമിംഗ് നടത്തുമ്പോൾ ഒരു ദിവസം തന്നെ 1,00,000 രൂപ കിട്ടുന്നു എന്ന് ഏറ്റവും കുറഞ്ഞത്. ഇപ്പോൾ ചിലപ്പോൾ 1,60,000 രൂപ വരെ കിട്ടാം. അപ്പോൾ 1,60,000 രൂപയൊക്കെ കിട്ടുമെങ്കിൽ ഇവരിത് 30 ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 40-45 ലക്ഷം രൂപ ഒരു മാസത്തെ വരുമാനമുണ്ട്. പോട്ടെ, നമുക്കൊരു 30 ലക്ഷം രൂപ വരുമാനമുണ്ട് ഇതുവരെയും. ഈ 30 ലക്ഷം രൂപ വരുമാനമുള്ള ഇവനോട് ഒരു ലൈവ് സ്ട്രീമിലൂടെ ഒരു കുട്ടി ചോദിക്കുന്നു, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണമുണ്ട് എന്ന് ചോദിക്കുന്നു. ആ പണമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് 9 ഡിജിറ്റുള്ള സംഖ്യയാണെന്ന് പറയുന്നു. 9 ഡിജിറ്റുള്ള സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും കുറഞ്ഞത് ഒരു 10 കോടി രൂപയൊക്കെ വരും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വരുമാനം ഇവർക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും നേരത്തെ ഇത് ആളുകൾക്ക് ഒരു ചെറിയ തോതിൽ ഇക്കിളിപ്പെടുത്തുന്ന നമ്മുടെ ഒരു ഇമോഷൻസിനെയൊക്കെ വൈകാരികമായി ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നതെങ്കിൽ നിരവധി ആളുകൾ ഇനി തുപ്പിയെ പോലെ ആകാനൊക്കെയുള്ള ഫോളോവേഴ്സായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം 30-35 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് പറയുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ വലിയ പണത്തോട് ആർത്തിയുള്ള, പെട്ടെന്ന് പണമുണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുടെ സംഖ്യയൊക്കെ കൂടി വരികയാണ്. ഇപ്പോൾ ഈ നിരവധി ആളുകൾ എടുത്ത് നോക്കിയാൽ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ആകാനുള്ള കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ശനിയും ഞായറും മാത്രം പണി ചെയ്താൽ മതി, ബാക്കി ഫ്രീ ആയിട്ടിരിക്കാം, പ്ലസ് പെട്ടെന്ന് കാശുണ്ടാകുമെന്നുള്ളതുകൊണ്ടാണ്. ഇതേപോലെ തന്നെയുള്ളൊരു പരിപാടിയായിട്ടാണ് മയക്കുമരുന്ന് നിലവിൽ വരുന്നത്. അപ്പോൾ മയക്കുമരുന്ന് വിറ്റാൽ പെട്ടെന്ന് പണമുണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു കേസുകളിൽ പെടും. കേസ് വാദിക്കാൻ പണമുണ്ടാക്കാൻ, കൂടുതൽ പണമുണ്ടാക്കാൻ വേണ്ടി അവർ ഇതിൻ്റെ പുറകെ പോകും. അതുപോലെ ഒരു തവണ ഉപയോഗിച്ച ഡോസേജ് നമുക്ക് മതിയാകാതെ വരും.
വരും, വീണ്ടും അടുത്ത ഡോസേജ് കൂട്ടി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ വലിയ തോതിൽ പണം വേണ്ടി വരും. ആ പണം വേണ്ടി വരുമ്പോൾ അവർ പറയുന്ന പല ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് കടക്കും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഏതാണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് ഇനി തൊപ്പിയാകാനും ഇതുപോലെയുള്ള വിവരം കിട്ടവനാകാനും ഒക്കെയുള്ള വലിയ പരിശ്രമങ്ങൾ നമ്മുടെ കുട്ടികൾ നടത്തും. കാരണം ഇതുപോലെ ഒരു 10 കോടി രൂപയൊക്കെ മാസം ബാങ്ക് ബാലൻസ് ഉണ്ടാവുകയും മാസം ഒരു 10, 25, 30 ലക്ഷം രൂപയൊക്കെ കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്ത് ആഭാസത്തിനും എന്ത് വൃത്തികേടിനുമൊക്കെ നമ്മുടെ കുട്ടികൾ കൂടി ഇറങ്ങിത്തിരിക്കും. അതുകൊണ്ട് ഗവൺമെൻറ് ഇതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഇത് യഥാർത്ഥത്തിൽ നമുക്കറിയാലോ, നേരത്തെ ഒരുത്തൻ അവൻ മറ്റേ കാറിനകത്ത് പൂളുണ്ടാക്കി വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി റോട്ടിലൊക്കെ വരികയും ആ പൂള് പൊട്ടി വെള്ളം പുറത്തേക്ക് വിടുകയും പിന്നെ അവനെ പേരിൽ നടപടിയെടുക്കുകയൊക്കെ ചെയ്തു. ആ നടപടി എടുത്തപ്പോൾ തന്നെ സഞ്ജു ടെക്കി അവനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതുപോലെയുള്ള ചീട്ടുകളെയും തരികടയും ഉടായ്പൊക്കെയാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ റിമി ടോമി, വിജയ് യേശുദാസ് പോലെയുള്ള ആളുകളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ കേസെടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ കേസെടുക്കുകയും അവൻ്റെ പണം തന്നെ പിടിച്ചെടുക്കുമെന്നൊക്കെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനേക്കാളൊക്കെ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തൊപ്പി കൾച്ചർ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തൊപ്പിയായാലും തുപ്പിയായാലും ഇവനെയൊക്കെ പിടിച്ച് ഇവനെ അറസ്റ്റ് ചെയ്തതിന് ഞാൻ അനുകൂലിച്ചില്ല, പകരം ഇവനെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിനെയാണ് ഞാൻ അനുകൂലിക്കുന്നത്. അതുകൊണ്ട് ഇവനൊക്കെ ചികിത്സിക്കുകയും നമ്മുടെ കുട്ടികളുടെ ഇടക്ക് വലിയ തോതിലുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെയാണ്. ഇത് പറയാനും നമുക്ക് പേടിയാണ്. കാരണം എക്സൈസ് സംഘങ്ങൾ ലഹരി മരുന്നിനെക്കുറിച്ച് വലിയ തോതിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിന് 120 കോടി രൂപയുടെ പ്രൊജക്റ്റ് നടത്തി. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കുറേ കാശടിച്ച് മാറ്റി എന്നുള്ളതല്ലാതെ നമ്മുടെ നാട്ടിൽ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. പകരം നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിൻ്റെ വിപണനവും വ്യാപാരവും ഒക്കെ കൂടുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റുകൾ എടുക്കണം. പാഠ്യപദ്ധതികളിൽ നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. പുതിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയകൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതടക്കം അവരെ പഠിപ്പിക്കുകയും അതെങ്ങനെയാണ് ജീവനും സമൂഹത്തിനുമൊക്കെ ഗുണകരമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുകയും എന്നൊക്കെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ തോതിൽ ഈ പറയുന്ന മൊബൈൽ സാന്ദ്രതയുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. ഏതാണ്ട് 3.5 കോടി ജനങ്ങളുള്ളതിൽ നമുക്ക് ഏതാണ്ട് 4 കോടിയിലധികം മൊബൈൽ കണക്ഷനുകളും സ്മാർട്ട് ഫോൺ കണക്ഷനുകളും അതുപോലെ തന്നെ അത്തരം തന്നെ വൈഫൈയും നെറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ തലമുറ ഉണ്ടായിരിക്കുന്നു. ഇത് വലിയ അപകടകരമായ കാര്യമാണ്. നമ്മുടെ സമൂഹം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അരാജകത്വത്തിലേക്ക്, വലിയ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ എത്തിച്ചേരുന്ന കാലം വിദൂരമല്ല.